ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു കുരിശിലേറിയവൻ മൃതനായി കബറടങ്ങിയവൻ കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു ഈ ദിനം ദൈവം ഏകിയ ദിവ്യദിനമല്ലേ മോദമായി മഹിത കീർത്തനമേറ്റു പാടാം ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. മഹത്വത്തിൻ്റെ രാജാവായ മിശിഹായേ, മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ദൈവപുത്ര, സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ മിശിഹായേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ. കറുത്തിരണ്ട മേഘങ്ങൾ അവിടുത്തെ അകമ്പടി സേവിക്കുന്നു. അവിടുത്തെ സിംഹാസനം നീതിയും വിശുദ്ധിയുമാകുന്നു. തീജ്വാല അവിടുത്തെ വടിതെളിക്കും, വൈരികളെ അത് ദഹിപ്പിക്കുകയും ചെയ്യും. ഇടിമിന്നൽ ലോകത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി അത് കണ്ട് വിറയ്ക്കുകയും ചെയ്തു. ലോകനാഥനായ ദൈവത്തിന്റെ മുമ്പിൽ മലകളെല്ലാം മെഴുകുപോലെ ഉരുകി വീണു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
സർവേശപുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു സ്വർലോകവാതിൽ തുറന്നു ദിവ്യപ്രകാശം പരന്നു സർവേശപുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു സ്വർലോകവാതിൽ തുറന്നു ദിവ്യപ്രകാശം പരന്നു. മർത്യനെ തേടിയണഞ്ഞു മർത്യനു ശാന്തി പകർന്നു മർത്യനെ തേടിയണഞ്ഞു മർത്യനു ശാന്തി പകർന്നു വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം നൽകേണമേ സ്വർഗദാനം സർവേശപുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു സ്വർലോകവാതിൽ തുറന്നു ദിവ്യപ്രകാശം തെളിഞ്ഞു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക്, ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാ യുവജനങ്ങളെയും അതിനോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു കയ്യടിയൊക്കെ കൊടുക്കാം. നമ്മുടെ എല്ലാവരുടെയും ഉയർപ്പ് സെമിത്തേരിയിൽ നിന്നാണ്. സെമിത്തേരിയിൽ കുഴിവെട്ടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പല പള്ളികളിലും കുഴിവെട്ടുകാര് ഇല്ല. ഈ കുഴിവെട്ടിൻ്റെ പണത്തെപ്പറ്റി വാക്കുതർക്കമായപ്പോൾ ഞാൻ ഒരു പള്ളിയിൽ വെച്ച് കുഴിവെട്ടുകാരനോട് പറഞ്ഞു, ഇനി മുതൽ ചേട്ടൻ ഇവിടെ കുഴിവെട്ടണ്ട. ഞാൻ അധികം ചിന്തിച്ചില്ല, പിന്നെ ആര് കുഴിവെട്ടും? അപ്പോൾ ഞാൻ കപ്പ്യാരോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കപ്പ്യാര് ഞാനും കൂടെ കുഴിവെട്ടാനായിട്ട് ആരംഭിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കുഴിവെട്ടുന്നത്. ഞാൻ കുഴി തന്നെ അന്ന് വ്യക്തമായിട്ട് കാണാത്ത വ്യക്തിയാണ്. അപ്പോൾ കുഴിയുടെ ഉള്ളിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടെയാണ് ഞാനന്ന് കുഴിവെട്ടിന് കപ്പ്യാരോടൊപ്പം നിൽക്കുക. അങ്ങനെ കുഴിവെട്ടി താഴെ ചെന്നപ്പോൾ അവിടെ അടക്കിയിരുന്ന വ്യക്തിയുടെ ശവപ്പെട്ടി കാണുകയാണ്. ശവപ്പെട്ടിയിൽ തലയോട്ടി കണ്ടു, കൈകാലുകൾ കണ്ടു, തലമുടി കണ്ടു, അതുപോലെ മറ്റ് അസ്ഥികൾ കാണുകയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഷൂസ് കൂടെ ധരിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഷൂസിൻ്റെ അവശിഷ്ടങ്ങൾ, ശവപ്പെട്ടിയുടെ ലേസുകൾ, ഇതൊക്കെ കാണാൻ സാധിച്ചു. യേശുവിൻ്റെ കുഴിമാടത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത് ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. യേശുവിൻ്റെ കുഴിമാടത്തെ പറ്റി സുവിശേഷകന്മാർ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എംപ്റ്റി ടൂം, ശൂന്യമായ കല്ലറ. യേശുവിൻ്റെ മാത്രം കല്ലറ ഈ ലോക ചരിത്രത്തിൽ ശൂന്യമായിരുന്നു. മറ്റുള്ള എല്ലാ കല്ലറകളിലും
അവശിഷ്ടങ്ങൾ കിടക്കുമ്പോൾ യേശുവിൻ്റെ മാത്രം കല്ലറയിൽ ഒന്നും കാണാൻ സാധിച്ചില്ല. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഒന്നാമത്തെ തെളിവ് അതാണ് എംപ്റ്റി ടൂം. രണ്ടാമത്തെ തെളിവായി സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് കത്സകളാണ്. കാലുകടികൾ ശുശ്രൂഷയ്ക്ക് മുമ്പ് യേശുനാഥൻ കത്സ അരയിൽ ചുറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കത്സ അവിടെ വെച്ചിട്ട് ഉത്ഥിതൻ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോവുകയാണ്, മനുഷ്യരുടെ ഇടയിലേക്കും പോവുകയാണ്. ഉത്ഥിതന്റെ രണ്ടാമത്തെ അടയാളമായി സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് ഈ കത്സയാണ്. മൂന്നാമതായി അവതരിപ്പിക്കുന്നത് അപ്പരീഷൻസ്, പ്രത്യക്ഷീകരണങ്ങൾ. ഉത്ഥിതനായ കർത്താവ് പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക്, അതുപോലെ 11 ശിഷ്യന്മാർക്ക്, തോമസ് ലീഹ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക്, അതുപോലെ മീൻ പിടിക്കുന്ന സമയത്തൊക്കെ പല രംഗങ്ങളിൽ യേശുനാഥൻ പ്രത്യക്ഷപ്പെടുന്നു. യേശുനാഥൻ പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കാനായിട്ടാണ്. 3 വർഷക്കാലം ഉണ്ടും ഉറങ്ങിയും യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, യേശുവിൻ്റെ പ്രവചനങ്ങൾ കേട്ട് നടന്ന ശിഷ്യന്മാർക്ക് അവൻ്റെ ഉത്ഥാനത്തിൽ അതിന് ബോധ്യം വന്നിട്ടില്ല. അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാൻ യേശുനാഥൻ അപ്പരീഷൻസിലൂടെ, പ്രത്യക്ഷീകരണത്തിലൂടെ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. നാലാമതായി യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തെളിവ് ഈ പാതിരാത്രിയിൽ ദേവാലയങ്ങളിൽ ഒന്നിച്ചുകൂടുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. തലമുറകളിലൂടെ നമുക്ക് കിട്ടിയ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ഈ രാത്രിയിൽ ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുക. അപ്പോൾ 4 കാര്യങ്ങളാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിന് തെളിവായി നിൽക്കുക. 1, ശൂന്യമായ കല്ലറ. 2, കത്സകൾ. 3-മതായി പ്രത്യക്ഷീകരണങ്ങൾ. 4-മതായി ഞാനും നിങ്ങളുമോ അടങ്ങുന്ന വിശ്വാസ സംഘം. ഉത്ഥിതനായിട്ടുള്ള യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ്. മഗ്ദലന മറിയത്തിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്കറിയാം. പാപിനിയായിട്ടുള്ള സ്ത്രീ. എന്തുകൊണ്ടാണ് യേശുനാഥൻ ഈ പാപിനിയായിട്ടുള്ള സ്ത്രീക്ക് പ്രത്യക്ഷപ്പെടുന്നത്? അതിന് ഉദാഹരണമായിട്ട് പറയാനായിട്ടുള്ളത്, രാത്രിയിൽ 2 മണി സമയത്ത് നിങ്ങളിൽ ഏതെങ്കിലും സ്ത്രീകൾ സെമിത്തേരിയിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ കബറിടമുണ്ട് എന്ന് വിചാരിക്കുക, പോയി പ്രാർത്ഥിക്കൂ. ഏതെങ്കിലും പുരുഷന്മാർ 2 മണിക്കോ 3 മണിക്കോ ഈ സെമിത്തേരിയിൽ ചെന്ന് ഭാര്യയുടെ കബറിടത്തിൽ തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുമോ? ഈ മഗ്ദലന മറിയം അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് വെളുപ്പാൻ കാലത്ത് ഏതാണ്ട് 2-നും 3-നും ഇടയ്ക്ക് യേശുവിൻ്റെ കബറിടത്തിലേക്ക് കടന്നു പോകുന്ന ഈ സ്ത്രീ, സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാനായിട്ട് പോകുന്ന സ്ത്രീ എത്രമാത്രം അധികമായിട്ട് അവനെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം അവളുടെ ആ പാപാവസ്ഥയിൽ നിന്ന് യേശു അവളെ രക്ഷിച്ചു എന്നുള്ളത്. ആ സ്നേഹത്തിന്റെ വലിയ പ്രകടനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. തന്നെ സമീപിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്ന ദൈവം. അപ്പോൾ മഗ്ദലന മറിയം യേശുവിൻ്റെ കബറിടത്തിലെത്തുമ്പോൾ അവളുടെ ഏറ്റവും വലിയ ആശങ്ക, തനിക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും? അപ്പോൾ ഒരു വലിയ കല്ല് ആ ഗുഹാമുഖത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ സ്റ്റേജിൽ കണ്ടു. അപ്പോൾ തനിക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും? ഇതാണ് അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ ഈ കല്ല് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപാവസ്ഥയുടെ കല്ല്, അന്ധകാരത്തിൻ്റെ കല്ല്, അശുദ്ധിയുടെ കല്ല്,
ആകുലതയുടെ കല്ല്, സ്വാർത്ഥതയുടെ കല്ല്, താൻ പൊരുമയുടെ കല്ല്. ഈ കല്ല് മാറ്റിവെച്ചാൽ മാത്രമേ ഉത്ഥിതനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കല്ലറിയിൽ ചെന്നാൽ, കുഴിമാടങ്ങളിൽ ചെന്നാൽ അത് ചീഞ്ഞഴുകി നിൽക്കുന്നതായി അത് പെട്ടെന്ന് തുറന്നാൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ കല്ലറകളിലേക്ക്, കുഴിമാടങ്ങളിൽ നിന്ന് ഡെഡ് ബോഡികൾ മാറ്റുമ്പോൾ അതിൻ്റെ ദുർഗന്ധം ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ശക്തമായിട്ടുള്ള ദുർഗന്ധമാണ്. ഒരാൾ ജീവിതത്തിലുടനീളം ചീഞ്ഞ കല്ലറയിൽ വസിക്കുന്ന അവസ്ഥയുണ്ട്. കുമ്പസാരമില്ല, കുർബാനയില്ല, ധാർമ്മികതയില്ല, ദൈവവിശ്വാസമില്ല, തോന്നിയതുപോലെ ജീവിക്കുന്ന, ചീഞ്ഞ അവസ്ഥയിൽ ജീവിക്കുന്ന അളിഞ്ഞ മനുഷ്യര് ഈ ലോകത്തിലുണ്ട്. ഈ ചീഞ്ഞ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യര്, അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല, ഉത്ഥിതനെ കണ്ടെത്താൻ സാധിക്കില്ല, നിത്യാനന്ദ പ്രതീക്ഷ അവർക്കില്ല. അതുകൊണ്ടാണ് ലാസറിന്റെ ഖബറിടത്തിലേക്ക് പോകുമ്പോൾ മർത്ത യേശുവിനോട് പറഞ്ഞത്, അവൻ മരിച്ചിട്ട് 4 ദിവസമായി ദുർഗന്ധം വമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം ദുർഗന്ധമാണോ സുഗന്ധമാണോ മറ്റുള്ളവർക്ക് കൊടുക്കുക? നല്ല ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധമായി മാറും, സുഗന്ധപൂരിതമായി മാറും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധങ്ങൾ കൊടുക്കട്ടെ. ഈസ്റ്റർ ആഘോഷിക്കാൻ വലിയ ഒരുക്കത്തോടെയാണ് നാം വന്നിരിക്കുക. 50 ദിവസം നോമ്പ് നോക്കി, അതിനുശേഷം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് നോമ്പ് വീടണം എന്നുള്ള ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ചില ചേട്ടന്മാര് നോമ്പ് വീടാനായിട്ട് കുപ്പിയൊക്കെ വേണ്ടിച്ച് വെച്ചിട്ടുണ്ട്. 50 ദിവസം സഹിച്ചു നിന്നിട്ട് ഇന്ന് എല്ലാം തീർക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊരു വിശ്വാസത്തിന്റെ വളർച്ചയല്ല. ഉയർപ്പ് തിരുനാൾ നമ്മുടെ കുറവിൽ നിന്ന് മികവിലേക്കുള്ള ഒരു ഉയർപ്പാണ്. ഞാൻ അറിയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ നാട്ടുകാര് വിശേഷിപ്പിക്കുന്നത് മൂക്കയ്യർ എന്നാണ്. പോത്തിനും കാളയ്ക്കുമൊക്കെ അദ്ദേഹം മൂക്കയ്യറിടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ ചങ്കൂറ്റമാണ്. നമ്മളൊക്കെ ആ പോത്തിൻ്റെയോ അല്ലെങ്കിൽ കാളയുടെയോ അടുത്ത് നിൽക്കാൻ പേടിക്കുമ്പോൾ അദ്ദേഹം ധൈര്യസമേതം നിന്നിട്ട് വളരെ കൂളായിട്ട് ഇതിനെ മറയ്ക്കുന്ന ഒരു എല്ലിച്ച മനുഷ്യൻ, എന്നിട്ട് മൂക്ക് തുളയ്ക്കുന്ന. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്രൂരനായിട്ടുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ. ഞാൻ ഓർക്കുന്നു, 50 ദിവസം എല്ലാ ദിവസവും പള്ളിയിൽ വന്നു, വിശുദ്ധ കുർബാനയ്ക്ക് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. മലയാറ്റൂര് മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് കയറാനായിട്ട് പോകും. എന്നോടൊപ്പം ആ ചേട്ടനും ഉണ്ടാകും. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, നാളെ നോമ്പ് അവസാനിക്കുകയാണല്ലോ, ഇനി എങ്ങനെയാണ് മുന്നോട്ട്? മദ്യപാനോ മറ്റു പരിപാടികളൊക്കെ ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞ അത് വിടാനായിട്ട് പറ്റൂ. അപ്പോൾ ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല. അദ്ദേഹം ഈസ്റ്ററിന്റെ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ കൂലിപ്പണിയും കഴിഞ്ഞ് ഇറച്ചിയും മീനും ഒക്കെ കൊണ്ടുവന്ന് ഭർത്താവിനും കുട്ടികൾക്കുമൊക്കെ ആഹാരം ഒരുക്കിയപ്പോൾ മദ്യപിച്ചു വന്ന ഈ മനുഷ്യൻ ആ കറിക്കലത്തിലേക്ക് മണ്ണ് വാരിയിട്ട് ഇവരൊക്കെ അടിച്ചൊടിച്ചു. കെട്ടിക്കാറായി പെണ്ണുൾപ്പെടെ അവരന്ന് മുഴുവൻ ഒരു വൃക്ഷത്തിന്റെ താഴെ ചെലവഴിച്ചാണ് സമയം ചെലവിട്ടത് എന്ന് അറിയിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ ഈ 50 ദിവസം നോമ്പ് നോക്കിയിട്ട് ഈ ഉയർപ്പിന്റെ തിരുനാളിൽ ഈ മനുഷ്യനിൽ എന്ത് വ്യത്യാസമുണ്ട്? ഞാനും നിങ്ങളുമൊക്കെ 50 ദിവസം നോമ്പ് നോക്കിയും പ്രാർത്ഥിച്ചുമൊക്കെ ഈ ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. നമ്മിലൊരു വ്യത്യാസമുണ്ടാകണം. പഴയ അവസ്ഥയിൽ നിന്ന് ഒരു ഉയർപ്പുണ്ടാകണം. പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ബന്ധനത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ആകുലതകളുടെ അവസ്ഥയിൽ നിന്ന്, ജഡിക അഭിലാഷങ്ങളുടെ അവസ്ഥയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ഒക്കെ നമുക്ക് ഒരു ഉയർപ്പുണ്ടാകണം. ഈ ഉയർപ്പുണ്ടാകുന്നില്ലെങ്കിൽ
നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിച്ച് കടന്നു പോകും. 50 വയസ്സാകും, 60 വയസ്സാകും. ഇപ്പോൾ നമ്മൾ പറയും 60 കൊല്ലം ഞാൻ ഈസ്റ്റർ ആഘോഷിച്ചു. ഒരു പ്രയോജനമില്ല. അപ്പോൾ നമ്മിൽ എന്ത് പരിവർത്തനമുണ്ടായി? അതാണ് ഈശോ നോക്കുക. ഈ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മിൽ പരിവർത്തനത്തിൻ്റെ ദിവസമാക്കി മാറ്റാൻ സാധിക്കട്ടെ. മഗ്ദലന മറിയം അവൾ കരഞ്ഞുകൊണ്ടാണ് ഈശോയുടെ കബറിടത്തിൽ നിൽക്കുക. യേശുനാഥൻ അവളോട് ചോദിച്ചു, മകളെ, നീ എന്തിനാണ് കരയുന്നത്? വലിയൊരു ഹോപ്പ്, ഒരു പ്രത്യാശ യേശു കൊടുക്കുക. അപ്പോൾ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചവൾ പറഞ്ഞു, എൻ്റെ നാഥനെ ആരോ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ തൻ്റെ ദൈവം, തൻ്റെ നാഥൻ നഷ്ടപ്പെടുമോ എന്നുള്ള വലിയ ദുഃഖമാണ് അവളെ ഭരിച്ചിരുന്നത്. അപ്പോൾ നമുക്കും ഉണ്ടാകേണ്ടത് അതാണ്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ല. ഇതായിരിക്കണം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഒരു ദിവസം ഞാനൊരു അമേരിക്കക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്? അവൻ പറഞ്ഞു, പ്രാർത്ഥനയുണ്ട്, അതുപോലെ കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ആളുകളൊക്കെ അങ്ങനെ ചെയ്യോ? ഇവിടെയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു ചിന്ത എന്നും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ആത്മാവിൻ്റെ കാര്യം ഞാനല്ലേ അച്ഛാ നോക്കേണ്ടത്? മറ്റുള്ള ഏത് കാര്യം ചെയ്താലും ഓരോരുത്തരും അവൻ്റെ ആത്മാവിൻ്റെ കാര്യം അവൻ നോക്കണം. അവൻ്റെ ദൈവം അവൻ്റെ മനസ്സിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. ഈ ഈസ്റ്ററിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഉദ്ധിതന്റെ സമാധാനവും സന്തോഷവും ഏവർക്കും നേർന്നുകൊണ്ട് നല്ലൊരു ഉയർപ്പ് തിരുനാൾ ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ മരണത്തെ പരാജയപ്പെടുത്തുകയും പുതിയ ജീവൻ നൽകി മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ നരകത്തിന്റെ വാതിൽ തകർക്കുകയും പാപത്തിന്റെ ദുഷിച്ച ഫലങ്ങൾ നീക്കിക്കളയുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ ശത്രുക്കളെയെല്ലാം ലജ്ജിപ്പിക്കുകയും വിശ്വസ്തരായ ശിശുഗണത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ അങ്ങിൽ വിശ്വസിക്കുന്ന സകലർക്കും പ്രകാശപൂർണമായ പുതുജീവൻ നൽകി വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ദൈവസ്നേഹം ഞങ്ങളെ വർഷിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. അത്ഭുതകരമായ ഉത്ഥാനത്താൽ മരണത്തെ പരാജയപ്പെടുത്തുകയും ശത്രുക്കളെ ലജ്ജിപ്പിക്കുകയും ശിഷ്യന്മാരുടെ ദുഃഖത്തെ ദൂരീകരിക്കുകയും ചെയ്ത കർത്താവേ, മാമോദിസ വഴി അങ്ങേ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പങ്കാളികളായി തീർന്ന ഞങ്ങളെ നിത്യജീവന്റെ മാർഗത്തിലൂടെ സുരക്ഷിതമായി നയിക്കണമേ. സ്നേഹം നിറഞ്ഞ അങ്ങേ തൃക്കരങ്ങൾ നീട്ടി അങ്ങേ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. ഹൃദയതാളമതേ
മാറ്റണേ നിൻഹിതം പോലെ ഹൃദയതാലമതേകിടാ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. താതനുമതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൂസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആവിലെ പോലെ നന്നേക്കും ആമേനാമേ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നും നയിക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഹൃദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുന്നേക്കും. നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ പാത്രികീസ്മരം മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ വർണ്ണാത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന് വേർവിട്ട് എല്ലാവരെയും സ്മരിക്കുകയും മിശിഹായുടെ കൃപയിൽ ഈ ബലിയും നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനത്തിനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രേത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗ്ഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ഹോശാന ഹോശാന, അത്യുന്നതങ്ങളിൽ ഹോശാന ഹോശാന ഹോശാന, ദാവീദിൻ സൂനുവിൻ ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങേ മക്കളായി ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളോ വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി അതോടും പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ നിത്യം ജീവിക്കും നേടുവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തുള്ളവന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് വെന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാവത്തിനെ യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനെ നിളവും തിരുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉദ്ധാരത്തിലും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ചവനോ വിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം പറയുവാൻ ഞങ്ങളുടെ നാവുകൾ ശക്തങ്ങളാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ. ജനങ്ങളെ വരുവിൻ, കാത്തായ മരണത്തിന്റെ ഉയർപ്പിന്റെയും നിത്യസ്മാരകമായ മഹാരാജ്യങ്ങളെ പ്രത്യാശപൂർവ്വം നമുക്ക് സമീപിക്കാം. ഈ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. കണ്ണൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു.
മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂങ്കളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നുളിയിൽ കല്ലറ വിങ്ങുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. എല്ലാവർക്കും എൻ്റെയും ജയ്മോനച്ചൻ്റെയും പേരിൽ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കില്ല. വൈകിട്ട് 6 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന. കുട്ടികളുടെ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ്, വേദപാഠ കുട്ടികളുടെ 1 മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് ഈ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ്. കാലത്ത് 6:30 മുതൽ 10 വരെയാണ്. ഇപ്പോൾ ചൂട് ഏറുന്നതുകൊണ്ട് കാലത്ത് തന്നെയാണ് നടത്തുന്നത്. പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് തരുന്നതാണ്. എല്ലാ കുട്ടികളും നിർബന്ധമായും എത്തേണ്ടതാണ്. പ്രഭാത ഭക്ഷണം 1-2 പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തെ പരിപാടിയാണ്.
അപ്പോൾ ഇനിയും ആരെങ്കിലും സ്പോൺസർ ഉണ്ടെങ്കിൽ എല്ലാ പള്ളികളിലും അങ്ങനെയാണ് എന്നറിയിക്കുവാൻ ഓർമ്മിപ്പിക്കുക. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള എല്ലാ തിരുക്കർമ്മങ്ങളും ഭംഗിയാക്കാൻ സഹകരിച്ച കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, യൂണിറ്റ് ഭാരവാഹികൾ, കാറ്റിസം HM, കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, യുവജനങ്ങൾ, കപ്യാർ, ഗായിക സംഘം, സിസ്റ്റേഴ്സ്, കൂടാതെ സഹായ സഹകരണങ്ങൾ നൽകിയ ഒട്ടനവധി പേരുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. യുവജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മിക്കവാറും കാര്യങ്ങളിൽ യുവജനങ്ങളാണ് നടത്തിയത്. എന്നോട് ചിലർ ചോദിച്ചു, ഒത്തിരി ചെറുപ്പക്കാരെപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ചിലരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വലിയൊരു സഹകരണം അവർ നൽകിയുണ്ടായി. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തരിക. അപ്പോൾ നമ്മുടെ ഗായിക സംഘം വളരെ മനോഹരമായിട്ട് പാടി. പാട്ടുകൾ ഒരുങ്ങി നല്ല താളത്തോടെ, ഋതത്തോടെ നന്നായിട്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കുകയുണ്ടായി. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അടുത്ത ഞായർ ഇടവക ദിനം വിശുദ്ധ കുർബാന വൈകിട്ട് 4:30, തുടർന്ന് പൊതുസമ്മേളനം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന്. അന്ന് 9:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കില്ല. മറ്റ് വിശുദ്ധ കുർബാനകൾ പതിവ് പോലെയാണ്. അപ്പോൾ എല്ലാവരും എത്തേണ്ടത് 4:30 തന്നെയുള്ള വിശുദ്ധ കുർബാനയ്ക്കാണ്. നമ്മുടെ ഇവിടുത്തെ നേരത്തെ കൊച്ചച്ഛനായിരുന്ന മേലെടത്തച്ഛൻ നമ്മുടെ രൂപതയുടെ ചാൻസലറാണ്, അച്ഛനാണ് അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഉണ്ടായിരിക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം CLCയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ എടുക്കുന്നതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും നമ്മുടെ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരുവാൻ ഓർമ്മിപ്പിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുരേറവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാം നേടാ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും,
അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളും അഖിലർക്കും ദൈവം കനിവാന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കർത്താവിന്റെ വരദമേ സ്വസ്തി. എന്നെ അനുസരിച്ചുർബാന കടങ്ങളുടെ പ്രതിക്കും പാപമോചനത്തിനും കാരണമാവട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു അറിയുകൊണ്ടാണ്. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസവും എടുക്കുന്ന അവരുടെ കോശപ്പെട്ട കരങ്ങളെ നല്ലമാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനഞ്ഞവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിമയിൽ പ്രവേശിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷകളിരിക്കുന്നവർ പരത്തിലെത്തി സൗഭാഗ്യമോടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.